കേരളത്തിലെ പ്രശസ്തനായ TV അവതാരകനുമായ ശ്രീ സനൽ പൂറ്റി, എൻ്റെ സുഹൃത്തും പാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടറുമായ ശ്രീ M. സുരേന്ദ്രൻ, ശ്രീ മുജീബ് AM, സ്വാഗതം ആശംസിച്ച ശ്രീ PM മൻസൂർ, ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ MU നിസാർ, ഈ വേദിയിലുള്ള പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ഈ സാംസ്കാരിക മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 44ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വളരെ ശ്രദ്ധേയമായ നിലയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിട്ട പാതകളെ സംബന്ധിച്ച് വളരെ നന്നായി തന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ആമുഖ പ്രസംഗത്തിലും പറയുകയുണ്ടായി. ഒരു ഗ്രാമീണ കലാവേദിക്ക് എങ്ങനെയെല്ലാം ജനങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ സഹായിക്കാം, എങ്ങനെയെല്ലാം സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാം, ഇതെല്ലാം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരുപാട് സാംസ്കാരിക സംഘടനകളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പലപ്പോഴും സാംസ്കാരിക സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ 10-20 ആളുകൾ കസാരയിട്ടിരിക്കുന്ന ഒരു പരിപാടി, 10-9 ആളുകളുടെ ഒരു പരിപാടി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നൂറുകണക്കിന് ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രമാത്രം ആഴത്തിൽ ജനബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ ഇന്നിവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഈ ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ക്ലബിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ചേറ്റുവ എന്ന ഈ ഗ്രാമം സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിൽ ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സംഭാവന ചെയ്ത ഈ നാട്, ഈ നാടിന് ചേർന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. തൃശ്ശൂരിലൊരു ചടങ്ങിൽ 1 മണിക്കൂർ മുമ്പ് എത്തിച്ചേരേണ്ടതായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂർ വൈകിയിരിക്കുകയാണ്. ഇവിടെ എത്താനുള്ള ദൂരം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം വളരെ ചുരുക്കമാണ്. രാമു കാര്യാട്ടിൻ്റെയും അതുപോലെയുള്ള പ്രഗത്ഭരുടെയും ഒക്കെ സേവനം കൊണ്ട് ലോകപ്രസിദ്ധമായ ഒരു ഗ്രാമമാണ് ചേറ്റുവ. താഷ്കന്റ് ലോക ഫിലിം ഫെസ്റ്റിവലിൽ, അതുപോലെ തന്നെ ലോകപ്രസിദ്ധമായ നിരവധി വേദികളിൽ രാമു കാര്യാട്ട് എന്ന മഹാനായ ചലച്ചിത്രകാരനെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ജനിച്ച ഗ്രാമം ചേറ്റുവ എന്ന് ഈ ഫെസ്റ്റിവലുകളിലെല്ലാം ആവർത്തിച്ച് പറയുമായിരുന്നു. ആ ചേറ്റുവ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ കേരളീയനെ പോലെ അതുല്യനായ ഒരു മനുഷ്യസ്നേഹിയെ സംഭാവന ചെയ്ത ചേറ്റുവ, മാപ്പിള കലാ സാഹിത്യ മണ്ഡലത്തിൽ എക്കാലത്തെയും വലിയ വിസ്മയങ്ങളെ സംഭാവന ചെയ്ത ചേറ്റുവ. ആ ചേറ്റുവ ആധുനിക കാലഘട്ടത്തിലും ഒട്ടേറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ സുരേന്ദ്രനും ഒക്കെ നിങ്ങളിവിടെ ആദരവ് നൽകുകയാണ്. അതെല്ലാം ഉചിതമാണ്. മുജീബ് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയനായൊരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീ സുരേന്ദ്രൻ, അദ്ദേഹം എൻ്റെ യുവ സുഹൃത്താണ്. ഗുരുവായൂരിലെ സബ് ഇൻസ്പെക്ടറായിരിക്കെ തന്നെ അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം കാക്കി ധാരികളിലെ കലാഹൃദയമുള്ള ഒരാളാണ്. സാധാരണ പോലീസുകാരെ കുറിച്ച് നമ്മൾ പറയുക, അവർക്ക് ആളുകളെ തല്ലാനും മോശമായ ഭാഷയിൽ സംസാരിക്കാനും മാത്രമേ അറിയൂ എന്നാണ്. ഇടിയൻ നാറാപ്പിള്ളമാരുടെ കൂട്ടത്തിൽ നിന്ന് സുരേന്ദ്രനിലേക്കുള്ള കേരള പോലീസിന്റെ വളർച്ച അഭിമാനകരമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള, സാംസ്കാരിക പൈതൃകമുള്ള, കലാപാരമ്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പോലീസുകാരിൽ വ്യത്യസ്തമായി, സാധാരണ നാം കണ്ടുമുട്ടുന്ന പോലീസുകാരിൽ വ്യത്യസ്തമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആദരിക്കാനെടുത്ത തീരുമാനവും അങ്ങേയറ്റം ഉചിതമായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ മഹാസമ്മേളനം ഔപചാരികമായി